ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിൽ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 5555 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിലൂടെ 42 ലക്ഷത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കും. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിലും ഭൂമിയെ സംരക്ഷിക്കാനും G20 രാജ്യങ്ങളുടെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാഡിഎംകെ ബിജെപി സഖ്യം തുടരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നടന്ന ചർച്ചയിൽ ധാരണ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നാളെ അറിയാം. ATP ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഡൊമിനിക് തീം മെദ്വദേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിലെ മിർസാപൂർ, സോൻഭദ്ര ജില്ലകളിലെ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിപാടിയിൽ സന്നിഹിതനായിരുന്നു. 2995 ഗ്രാമങ്ങളിലെ 42 ലക്ഷത്തോളം ജനങ്ങൾക്ക് പദ്ധതി പ്രയോജനം ചെയ്യും. 5555 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി 2 വർഷം കൊണ്ട് പൂർത്തിയാകും. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന വിന്ധ്യാചൽ പ്രദേശത്തിന് പദ്ധതി ആശ്വാസമാകും. 2024ഓടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജൽജീവൻ ദൌത്യത്തിന്റെ ഭാഗമായി രാജ്യത്തെ 2.63 കോടി ഗ്രാമീണ ഭവനങ്ങളിൽ ഇതിനോടകം കുടിവെള്ള കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു. മനുഷ്യചരിത്രത്തിലെ സുപ്രധാനമായ വഴിത്തിരിവാണ് കോവിഡ് മഹാമാരിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയിൽ നടക്കുന്ന 15ാമത് G20 ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോവിഡ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക വളർച്ച വീണ്ടെടുക്കൽ, വ്യാപാരം, തൊഴിൽ എന്നീ മേഖലകളിൽ മാത്രമല്ല ഭൂമിയെ സംരക്ഷിക്കാനും G20 രാജ്യങ്ങളുടെ നിർണായകമായ ഇടപെടൽ ആവശ്യമാണ്. കോവിഡാനന്തര ലോകത്തിൽ 4 അടിസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ആഗോള സൂചിക തയ്യാറാക്കേണ്ടതുണ്ട്. നൈപുണ്യ സമ്പന്നരെ സൃഷ്ടിക്കുക, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സാങ്കേതിക വിദ്യ എത്തിക്കുക, സർക്കാരിലും ഭരണത്തിലും സുതാര്യത ഉറപ്പാക്കുക, ഭൂമിയുടെ ചുമതലക്കാരെന്ന നിലയിൽ ശ്രദ്ധയോടെ പെരുമാറുക എന്നിവയാകണം ആ 4 ഘടകങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ലോകക്രമത്തിന് അടിത്തറ പാകാൻ G20 രാജ്യങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ മൂലധനത്തിനും സമ്പത്തിനുമാണ് പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ നൈപുണ്യ വികസനത്തിനും നൈപുണ്യ വൈവിധ്യത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണരംഗത്ത് സുതാര്യത വർദ്ധിപ്പിക്കുന്നത് വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ജനങ്ങൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം തുടരാൻ AIADMKയും ബിജെപിയും ധാരണയായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിലാണ് ഇരു പാർട്ടികളും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമെടുത്തത്. സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി, ഉപമുഖ്യമന്ത്രി O പനീർശെൽവം എന്നിവരടക്കമുള്ള അണ്ണാഡിഎംകെ നേതാക്കളുമായി ചർച്ച നടത്തി. ഇന്നലെ വൈകുന്നേരം ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ 68,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ചെന്നൈയിലെ മെട്രോ റെയിലിന്റെ 118 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പഞ്ചാബിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കർഷകർ നടത്തിവന്ന സമരം പിൻവലിച്ചു. ട്രെയിനുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപരോധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു. പഞ്ചാബിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. എല്ലാ ട്രെയിൻ സർവീസുകളും പുനഃസ്ഥാപിക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ചരക്കുകളും പാസഞ്ചർ ട്രെയിൻ സർവീസുകളും പുനരാരംഭിക്കുന്നതിന് പഞ്ചാബ് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയുടെ വളർച്ചാ നിരക്കിൽ ഇന്ത്യ ലോകത്ത് ഏറ്റവും മുന്നിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി RK സിംഗ്. ആഗോളതാപനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ഫോസിൽ ഇന്ധനത്തിൽ നിന്ന് ഹരിത ഊർജ്ജത്തിലേക്ക് മാറുന്നത് പ്രധാന ചുവടുവയ്പ്പാണെന്നും ഇന്ത്യ ഇപ്പോൾ ഈ പരിവർത്തനത്തിൽ മുൻപന്തിയിലാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ആഗോള സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി M വെങ്കയ്യ നായിഡു. ലാൽ ബഹാദൂർ ശാസ്ത്രി ദേശീയ പുരസ്കാരം വെർച്വലായി സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
വർദ്ധിച്ചുവരുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ ഉപരാഷ്ട്രപതി ആശങ്കയറിയിച്ചു. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്കിന് വാതായൻ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചു. ഇംഗ്ലണ്ടിൽ വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന വാതായൻ UK ആഘോഷ പരിപാടിയിലാണ് ശ്രീ നിഷാങ്ക് പുരസ്കാരം സ്വീകരിച്ചത്. NCCയുടെ 72ാം സ്ഥാപക ദിനം ഇന്ന്. ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനായി ജീവൻ ബലികഴിച്ച ധീരയോദ്ധാക്കൾക്ക് ആദരവർപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി ഡോക്ടർ അജയ്കുമാർ, NCC DG ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ചോപ്ര എന്നിവർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 93.69% പിന്നിട്ടു. 4,40,962 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 85,21,617 പേർക്ക് ഇതുവരെ രോഗം ഭേദമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 45,209 പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും 43,493 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. രാജ്യത്ത് ഇതുവരെ 1,33,227 പേർ മരണമടഞ്ഞു. 10,70,5,000-ലേറെ ടെസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതോടെ ആകെ ടെസ്റ്റുകളുടെ എണ്ണം 13,17,00,000 പിന്നിട്ടു. ഗുജറാത്തിൽ ഇന്നലെ 1,515 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര, രാജ്കോട്ട് എന്നീ നഗരങ്ങളിലെ രാത്രികാലങ്ങളിലും വാരാന്ത്യത്തിലുമുള്ള കർഫ്യൂ കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജസ്ഥാനിൽ രോഗവ്യാപനം ഏറ്റവും ഉയർന്ന 8 ജില്ലകളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. കേരളത്തിൽ ഇന്നലെ 5,772 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 66,856 ആയി. 60,210 സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 9.59 ആണ്. 6,719 പേർ രോഗമുക്തി നേടി. 25 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2,000 കടന്നു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,85,00,000-ലേക്ക് അടുക്കുന്നു. 4,04,00,000-ലധികം പേർക്ക് രോഗം ഭേദമായപ്പോൾ 13,86,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. നാളെ വൈകിട്ട് 3-ന് മുൻപ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതിനുശേഷം സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും. നാളെ തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും. ATP ടെന്നീസ് ടൂർണമെന്റ് ഫൈനലിൽ ലോക 3-ാം നമ്പർ താരം ഓസ്ട്രിയയുടെ ഡൊമിനിക് തീം മെദ്വദേവിനെ നേരിടും. ഇന്നലെ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ 1-ാം നമ്പർ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് ഡൊമിനിക് തീം ഫൈനലിൽ കടന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗോവ ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. സൈബർ ആക്രമണങ്ങൾ തടയാൻ കേരള സർക്കാർ കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു. പോലീസ് നിയമത്തിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്താണ് ഭേദഗതി. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഉദ്ദേശിച്ച് ഏതെങ്കിലും വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് തടയുന്നതാണ് വകുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിൽ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 5,555 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിലൂടെ 42 ലക്ഷത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കും. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിലും ഭൂമിയെ സംരക്ഷിക്കാനും G20 രാജ്യങ്ങളുടെ ഇടപെടൽ അത്യാവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ-DMK BJP സഖ്യം തുടരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നടന്ന ചർച്ചയിൽ ധാരണ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നാളെ അറിയാം. ATP ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഡൊമിനിക് തീം മെദ്വദേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.